ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം സ്വദേശി മേക്ക് ഇൻ ഇന്ത്യ മുന്നേറ്റത്തിന് തയ്യാറെടുക്കണമെന്നാണ് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത്. ലോക സമ്പദ് വ്യവസ്ഥ അനിശ്ചിതത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വന്തം വ്യവസായ സ്ഥാപനങ്ങളെ സംരക്ഷിക്കണമെന്നും അതുകൊണ്ട് ഇന്ത്യക്കാർ മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്ന്, കടകളിൽ നിന്ന് ചോദിച്ചു വാങ്ങി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തന്നെ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. താൻ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇന്ത്യ ലോക സമ്പദ് വ്യവസ്ഥയിൽ 11ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകത്തെ 5ാമത്തെ ശക്തിയാണ് നമ്മുടെ ഇന്ത്യ. അത് വലിയ താമസമില്ലാതെ ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും നരേന്ദ്ര ദാമോദർ ദാസ് മോഡി പ്രസ്താവിച്ചു. അതിനുവേണ്ടി ഇന്ത്യക്കാർ വിദേശ ഉൽപ്പന്നങ്ങൾ വാങ്ങാതെ സ്വദേശി മെയ്ഡ് ഇൻ ഇന്ത്യ സാധനങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ജനങ്ങളോട്, ഇന്ത്യക്കാരോട് അപേക്ഷിച്ചു. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങുവാൻ മുന്നിട്ടിറങ്ങണമെന്നും സ്വദേശി പ്രസ്ഥാനങ്ങളെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അനുകൂലിക്കണമെന്നും അതിനെ പിന്താങ്ങണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. എങ്കിൽ മാത്രമാണ് ഇന്ത്യക്ക് സ്വയം പര്യാപ്തത എന്നത് കൈവരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. കൃഷിക്കും വ്യവസായത്തിനും മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലൂടെ ഇന്ത്യയെ 2047 ഒരു വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുകയാണ് ഇന്ത്യക്കാരുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയെന്ന് പ്രസ്താവിച്ചു. എന്നാൽ ഇന്ത്യ ഇതിനെപ്പറ്റി പറഞ്ഞത് തങ്ങൾക്കറിയില്ല. തങ്ങളുടെ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്നത് തങ്ങൾക്ക് അറിയില്ല എന്നാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ത്യയെ എക്കാലവും സഹായിച്ചിട്ടുള്ള റഷ്യയെ തള്ളി അമേരിക്കയെ ഇന്ത്യ പൊക്കി പിടിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. 2047 ഇന്ത്യ വികസിത രാജ്യമാകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻ്റായി രേഖപ്പെടുത്തണേ. നന്ദി, താങ്ക് യു, നമസ്കാരം.